ആണ് ഡെറിയൻ ഗ്യാപ്പ്. കൊളംബിയയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ള ഒരു ഭയാനകമായ സ്ഥലമാണ് ഡെറിയൻ ഗ്യാപ്പ്. ഒരു 100 മൈൽസ് മാത്രം ദൂരമുള്ള ഈ സ്ഥലം പാസ് ചെയ്യുക എന്ന് പറയുന്നത് ജീവൻ പണയം വെക്കുന്നതിന് തുല്യമാണ്. ഇത്രയും ഭയാനകമായ സ്ഥലമായിരുന്നിട്ട് കൂടി ചിലർക്ക് ഇതിലൂടെ പാസ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. സൗത്ത് അമേരിക്കൻ കൺട്രീസായ പ്രധാനമായും കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഒത്തിരി പേർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ ഈ ഡെറിയൻ പാസിലൂടെ പാസ് ചെയ്ത് നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്നത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട്. 2022 കണക്കനുസരിച്ച് 2 ലക്ഷം പേർ ഇതിലൂടെ പാസ് ചെയ്ത് നോർത്ത് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒട്ടനവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ റോഡോ റെയിൽ ഗതാഗതമോ വരാത്തത്? അതിൻ്റെ കാരണം എന്താണ്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മോശം കാലാവസ്ഥയാണ്. ഈ ഡെറിയൻ ഗ്യാപ്പ് ലൈൻ ഓഫ് ഇക്വഡോറിന് വെറും 100 മീറ്റർ മുകളിലാണ്. ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. പിന്നെയുള്ളത് അറ്റ്ലാന്റിക് ആൻഡ് പസഫിക് ഓഷൻ അടുത്തുള്ളതിനാൽ ഹ്യൂമിഡിറ്റിയും കുറവില്ല. ഇത് വലിയൊരു കാടായതിനാൽ വർഷത്തിൽ 330 ദിവസം ഇവിടെ മഴ പെയ്യും. ആയതുകൊണ്ട് ലാൻഡ് സ്ലൈഡിനും വെള്ളപ്പൊക്കത്തിനും ഒരു കുറവുമില്ല. ഇവിടെ കൺസ്ട്രക്ഷൻ സാധ്യമേ അല്ല ഒരളവ് വരെ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ തരണം ചെയ്ത് കൺസ്ട്രക്ഷൻ ആരംഭിച്ചാൽ തന്നെ ഇവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കൊടിയ വിഷമുള്ള പാമ്പുകളുണ്ട്, കൊടിയ വിഷമുള്ള മറ്റു ജീവജാലങ്ങളുണ്ട്. ഇവിടെ ഡെങ്കിപ്പനി വരുന്ന കൊതുകുകളുണ്ട്. ഇവിടെ ഹോസ്പിറ്റലോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ വെച്ച് നിങ്ങളൊരു പാമ്പ് കടിച്ചു എന്ന് വയ്ക്കുക, നിങ്ങൾ സ്പോട്ടിൽ ഔട്ടാണ്. കാരണം നിങ്ങൾ ചികിത്സിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അമേരിക്ക എന്തുകൊണ്ടാണ് ഇവിടെ ഒരു റോഡോ റെയിൽ ഗതാഗതമോ നിർമ്മിക്കാത്തത്? ഇതറിയാൻ നമുക്ക് ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. 1900-ൽ കൊളംബിയ പനാമയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിന് മുന്നിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ ഡെറിയൻ ഗ്യാപ്പാണ്. പിന്നെയുള്ള മാർഗം എന്ന് പറയുന്നത് സീ റൂട്ടാണ്. സീ റൂട്ടിൽ പോകുക എന്നുള്ളതൊന്നും വലിയൊരു ഡിസ്കണക്ഷനാണ്. ഈ ഡിസ്കണക്ഷൻ മുതലെടുത്ത് പനാമ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആവാൻ പരിശ്രമിച്ചു. അമേരിക്കയുടെ ചരക്കു ഗതാഗതം പ്രധാനമായും നടക്കുന്നത് ഈ പനാമയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ കനാലിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പനാമ കനാലിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അമേരിക്ക ഈ പനാമയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. 1903-ൽ പനാമ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയായി മാറി. പിന്നെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് അതിനുള്ള പ്രത്യുപകാരമായി പനാമ അവരുടെ പനാമ കനാലും അതിന് ചുറ്റുമുള്ള സ്ഥലവും USA പെർമനൻറ്റ് ലീസിൽ കൊടുത്തു. മൂന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഡ്രഗ് മാഫിയ ആണ്. കൊളംബിയയിലെ ഡ്രഗ് മാഫിയ വേൾഡ് ഫേമസ് ആണ്. അവർ ഡ്രഗ്സ് നോർത്ത് അമേരിക്കയിലേക്ക് സ്മഗ്ലിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെയും തടസ്സം ഈ ഡെറിയൻ ഗ്യാപ്പ് തന്നെ. പിന്നെയുള്ള മാർഗം എന്ന് പറയുന്നത് സീ റൂട്ടാണ്. സീ റൂട്ടിൽ പോയാൽ അവർ എപ്പോഴും പിടിക്കപ്പെടാറുണ്ട്. ഈ ഒരു മാർഗത്തിലൂടെ USA ഈ ഡ്രഗ് മാഫിയയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് 4ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷനാണ്. USA ഇപ്പോൾ അവരുടെ ഇമിഗ്രേഷൻ പോളിസി കട്ടിപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ ഡെറിയൻ ഗ്യാപ്പിലൂടെ പോവുകയല്ലാതെ ഈ മൈഗ്രേറ്റേഴ്സിന് വേറെ മാർഗമില്ല. നല്ലൊരു ജീവിതവും നല്ലൊരു സ്വപ്നവുമാണ് അവർ ഇവിടെ പോകുന്നത്. പക്ഷേ ഈ ഡെറിയൻ ഗ്യാപ്പിലെ മോശം കാലാവസ്ഥയും വിഷപ്പാമ്പുകളെയും ഡെങ്കിപ്പനി വരുന്ന കൊതുകുകളിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ എത്തുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഡെറിയൻ ഗ്യാപ്പ് പാസ് ചെയ്ത് നോർത്ത് അമേരിക്കയിലേക്ക് എത്തുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ എത്തുന്നവർ വളരെ ചുരുക്കമാണ്. അവർ മാനസികമായി തളർന്നിരിക്കും. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടാണ് നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.